ഞാൻ എനിക്ക് വേണ്ടി തുന്നിയ കുറച്ച് ഡ്രസ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കോട്ട് സെറ്റാണ്. സ്ലിറ്റഡ് ടോപ്പും ലൂസ് പാൻസും ആണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. പാൻസിലൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ കെട്ടാനൊരു ടൈ കൊടുത്തിട്ടുണ്ട്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. വീനക്കാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു എ ലൈൻ ടോപ്പാണ്. ഇത് ഫ്രണ്ടിലൊരു ബോക്സ് പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. കൂടാതെ വീനക്ക് കൊടുത്തിട്ട് ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ആയിട്ട് ഞാൻ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ക്ലിപ്പിംഗ് ഒന്നുമില്ല, കയ്യിൽ നിന്ന് പോയി. പിന്നെ അടുത്തത് വരുന്നത് ഈ ഒരു ബാഗി ഷർട്ടാണ്. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലവർ ഡീറ്റെയിലിംഗ് പോലെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വെൽവെറ്റിൻ്റെ ഡ്രസ്സാണ് ഗ്രീനിൽ ചെയ്തിരിക്കുന്നത്. ക്രിസ്മസിന് സ്റ്റിച്ച് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് അംബ്രല്ല പോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ സ്ലീവ് കൊടുത്തിട്ട് സ്വീറ്റ് ഹാർട്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ തന്നെ റെഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഷോർട്ട് ടോപ്പായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ലേസ് അല്ല, ബലൂൺ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. നെക്കിലൊരു ഇലാസ്റ്റിക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ്. പക്ഷേ ഇതിൻ്റെ നെക്കാണ് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഈ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോട്ട് കോളർ മെറ്റീരിയൽ കൊണ്ടിട്ട് കോട്ട് കോളർ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് പിന്നെ വരുന്നത് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് തയ്ച്ചതാണ് കേട്ടോ. ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇരുന്ന് ഈ ഒരു മോഡൽ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഈ ഫ്രണ്ടിൽ വരുന്നത് ഇത് ഞാനിനി വെട്ടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ടോപ്പ് ആക്കി മാറ്റാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പാനൽ കട്ട് കുർത്തിയാണ്. ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രിൻസസ് കട്ട് യോക്ക് വന്നിട്ട് ഇതുപോലെ 16 പാനൽ കുർത്തിയാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്, മൾട്ടി കളറിൽ. നെക്സ്റ്റ് വൺ വന്നിട്ടാണ് ഈ ഒരു ആലിയ കട്ട് മോഡലിലുള്ള ഒരു ടോപ്പാണ്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പാണ്. എനിക്ക് ഏറ്റവും ഫിറ്റഡ് ആയിട്ടും എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടും തോന്നിയ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഡ്രസ്സ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷർട്ടാണ്. ഇതിനകത്ത് ഈ ഹേർട്ട് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തത് മെഷീൻ എംബ്രോയ്ഡറിയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു ഷർട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഡ്രസ്സാണ്. ഈ ഒരു സ്പെഗറ്റി ടൈ ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ എംബ്രോയ്ഡറി ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഹീറോയിൻ്റെ ഡ്രസ്സ് ഇൻസ്പയർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ കംഫർട്ടബിൾ അല്ല, എന്നാലും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു 6 പാനൽ കുർത്തിയാണ്. ആ ഒരു പാനലിലൊക്കെ വൈറ്റ് ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് വീനക്കിലും ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് സാരി ഓർഡർ ചെയ്തിട്ട് ചെയ്തതാണ്. ഫുൾ അംബർല ടോപ്പാണിത്. ഫുൾ സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് കാണിക്കുന്ന ഒട്ടുമിക്ക ഡ്രസ്സുകളുടെയും ഷോർട്സ് ആയിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ടോപ്പാണ്. ഇതൊരു 3 പീസ് പോലെയാണ്. അതായത് ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പും പാൻസും പിന്നെ അതിൻ്റെ മുകളിൽ ഷിഫോണിൻ്റെ ഒരു ടോപ്പും വരുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് കട്ട് ഡ്രസ്സാണ്, കോളറൊക്കെ കൊടുത്തിട്ട്. നെക്സ്റ്റ് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ്. ക്രേപ്പിൻ്റെ മെറ്റീരിയലിൽ ചെയ്തേക്കുന്ന ഒരു ഹൈനെക്ക് വരുന്ന ഒരു ബലൂൺ സ്ലീവൊക്കെ കൊടുത്തിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ്. അടുത്തത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ നെക്കിലാണ് ഹൈലൈറ്റ്. ഇത് ഇലാസ്റ്റിക് അല്ല നെക്കി കൊടുത്തേക്കുന്ന ക്ലോത്തിൻ്റെ ടൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒരു കെട്ടുപോലെ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ഈ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസും പിന്നെ ഈ ഒരു പ്ലീറ്റഡ് സ്കേർട്ടുമാണ്. ഇതൊരു ട്രഡീഷണൽ വെയർ ആയിട്ട് ചെയ്തതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു വെൽവെറ്റിൻ്റെ അംബർല ഡ്രസ്സാണ്. താഴത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർഗാൻസ സ്ലീവ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ നെക്ക് ഡിസൈൻ വരുന്ന ഈ ഒരു ബാക്കിൽ ടൈയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഫുൾ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രിൻറ്റും മെറ്റീരിയലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ലിറ്റഡ് ടോപ്പാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഷോർട്സ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു ക്രോപ്പ് ഷർട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെയും സ്റ്റിച്ചിങ് വീഡിയോ ചാനലിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഈ ഒരു
ഒരു കോർസെറ്റാണിത്. ഇത് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അടുത്തത് കാണിക്കുന്നത് ഈ ഒരു ഷോർട്ട് ടോപ്പാണ്. ഇതിൻ്റെ യോക്ക് ഭാഗത്തായിട്ട് ഇതുപോലെ 3D ഫ്ലവർ പോലെ എംബ്രോയിഡറി പോലെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ബാക്കിൽ ഇതുപോലെ ലൂപ്സ് ഒക്കെ കൊടുത്തിട്ട് ടൈസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ബെൽ സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ലാസ്റ്റായിട്ട് കാണിക്കുന്ന ഒരു റാപ്പ് ടോപ്പാണ്. ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.